ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഏത്തവാഴയ്ക്ക കുഴമ്പ് കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 2 ഏത്തവാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതിൻ്റെ തൊലി മുഴുവനായിട്ട് കളയണമെന്നില്ല, ആ മുകളിലുള്ള ഭാഗം മാത്രം കളഞ്ഞെടുത്താൽ മതി. രണ്ടിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിട്ടാൻ, എന്നാൽ അതിൻ്റെ കറ ഉണ്ടാവില്ല. ഇത് വീട്ടിൽ തന്നെ ഉള്ള വാഴയ്ക്കയാണ്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നതാണ് നല്ലത്. വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. കുറച്ച് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ കാന്താരി മുളകാണ് ചേർക്കുന്നത്, അതൊന്ന് ചതച്ചെടുത്തതാണ്. പച്ചമുളകാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വാഴയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ ആ മസാലയൊക്കെ വാഴയ്ക്കയിലൊക്കെ പിടിക്കാൻ നല്ലതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ വാഴയ്ക്കൻ്റെ ഒപ്പത്തിന് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് ഇച്ചിരി താമസമുള്ളത് കൊണ്ടാണ്. ഇത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. ഇനി വാഴയ്ക്ക വെന്തോ നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇത് തുറന്നു കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. വാഴയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട, ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു കുഴമ്പായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് കുറേ വെള്ളം ഒഴിക്കണ്ട. ഇച്ചിരി വെള്ളം കൂടുതലാണെങ്കിലും തണുക്കുമ്പോൾ ഇത് നല്ല കുറുകി വരും. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇത് ഒന്ന് തിള വരുവോളം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ ഒരു പിരിഞ്ഞ മാതിരിയാവും. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കണം. കാന്താരി ആണെങ്കിലും ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ കടുക്, കുറച്ച് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി, ഒരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ചെറിയ ഉള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്, ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താൽ മതി. മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.